ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, സൊമാറ്റോ ഡെലിവറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ഇന്ന് ഡേറ്റ് എത്രയാണ്? 3-ാം തീയതിയാണ്, ഡിസംബർ 3. ഇപ്പോൾ സമയം 1:18. അപ്പം ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഞാൻ 12 ആയപ്പോൾ വന്നാൽ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് ലേറ്റായിട്ട് ഇറങ്ങി. പക്ഷേ കറക്റ്റ് 12 ആയപ്പോൾ ഞാൻ ഓണാക്കി. അപ്പോൾ നമ്മളിപ്പോൾ 2 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പിന് കിട്ടിയത് 62 രൂപ, അത് 12:13 അടിച്ചത്. രണ്ടാമത്തെ ട്രിപ്പ് 12:56, കുറച്ച് നേരം മുന്നേ, അതിന് 54 രൂപ. അങ്ങനെ നമ്മൾ ടോട്ടൽ ഇതുവരേക്കും 137 രൂപ ഏൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം കൊണ്ട് 1 ഗിഗും കംപ്ലീറ്റ് ആയി. നമുക്ക് 2 മണി വരെ ഉള്ളൂ, 2 to 3 കൂടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി തീരും. പിന്നെ ഗായ്സ്, ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എനിക്കൊരു 400 രൂപ ഇൻസെൻറ്റീവ് കയറിയില്ല എന്ന്. അപ്പം ഞാനത് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പം അവൻ എനിക്കത് പറഞ്ഞു തന്നു വ്യക്തമായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അതൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ, ട്യൂസ്ഡേ സ്പെഷ്യൽ ഓഫർ. ഡിസംബർ 3 8 AM to 10 AM വരെ ലൈവ്. അതാണ് അതിൻ്റെ അത് കണ്ടീഷൻ, 8 AM to 10 AM വരെ. അതായത് 8 മണിക്കും 10 മണിക്കും ഇപ്പുറം, രാവിലെ 8 AM തൊട്ട് രാത്രി 10 PM ഇപ്പുറം ഈ പറയുന്ന 6 ഗിഗോ 8 ഗിഗോ 9 ഗിഗോ കംപ്ലീറ്റ് ചെയ്താലേ ഈ പറയുന്ന ഇൻസെൻറ്റീവ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 6 ഗിഗും 13 ഓർഡറുമാണ് 200, 8 ഗിഗും 16 ഓർഡറാണ് 250. അപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടാതെ പോയതിൻ്റെ കാരണമാണ്. പിന്നെ ഇത് ടുഡേ സ്പെഷ്യൽ ചാർജ് 10 രൂപയൊക്കെ വെച്ചുകൊണ്ട് കേട്ടോ. എനിക്ക് 20 രൂപ ഇപ്പോൾ കിട്ടി 2 ഓർഡറിനും കൂടെ. ഇന്നലത്തെ ഞാൻ കാണിക്കാം നിങ്ങളെ കിട്ടിയത് കണ്ടോ. ഇത് വ്യൂ ഡീറ്റെയിൽസ്. ഇതിൻ്റെ അകത്ത് സംഭവം 325 രൂപ കിട്ടുള്ളൂ, 400 കിട്ടിയില്ല. 8 ഗിഗെന്ന് കാണിക്കുന്നു. അതിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു രാവിലെ 8 AM to 10 PM. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ 9 ഗിഗ് എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആ 400 കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ നമ്മൾ 8 ഗിഗ് എടുത്തപ്പോഴത്തേക്കും 10 മണി വരെ ആയപ്പോഴത്തേക്കും കറക്റ്റ് 8 ആയി. പക്ഷേ അത് കഴിഞ്ഞുള്ള ഗിഗ് കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇന്നും കൂടെ ഉള്ളൂ. ഇന്ന് 10 to 11 ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ തൊട്ട് 10 മണി വരെ ഉള്ളൂ. കാരണം 10 കഴിഞ്ഞ് 10 to 11 11 to 12 ബുക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. കണ്ടോ, അവരുടെ കണ്ടീഷനിൽ രാവിലെ 8 AM തൊട്ട് 10 PM വരെ ഉള്ളതേ കൂട്ടത്തുള്ളൂ. അതിൽ ഇൻസെൻറ്റീവ് കിട്ടത്തുള്ളൂ. അല്ലാത്തത് പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഓടുന്നത്? അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇന്നലെ പിന്നെ അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് 10 to 11 ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കളയുന്നില്ല. കളഞ്ഞു കഴിഞ്ഞാൽ 5 രൂപ പോകും, അല്ലെങ്കിൽ പിന്നെ ഇൻകംപ്ലീറ്റ് ആക്കണം. സാരമില്ല, ഇന്ന് ബുക്ക് ചെയ്തല്ലേ, ഇന്ന് ഓടിയേക്കാം. പക്ഷെ നാളെ ചെയ്യത്തില്ല, ഉറപ്പിച്ച കാര്യം. അല്ല ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല, ഓപ്പണൊന്നും ആയിട്ടില്ല. 3 മണി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യത്തില്ല. ഇന്ന് വളരെ ഒരു ശോകം ദിവസമാണ് കേട്ടോ. ഇന്നലെ ഒടുക്കത്ത മഴയായിരുന്നെങ്കിൽ ഇന്ന് ഒടുക്കത്ത വെയിൽ. ഇന്നലെ നനച്ച് കൊല്ലുമായിരുന്നെങ്കിൽ ഇന്ന് കരിച്ച് കൊല്ലുകയാണ്. രാവിലെ തൊട്ട് വെയിലെന്ന് പറഞ്ഞുണ്ടല്ലോ. ഈ സാധനമൊക്കെ രാവിലെ വലിച്ചു കയറ്റിയിട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. അയ്യോ പറ്റുന്നില്ല, അമ്മാതിരി ചൂട്. അയ്യോ, ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും 2-2:30 എങ്ങാണ്ടായി. പിന്നെ കടന്നുറങ്ങി. അയ്യോ, ഗ്യാസിൻ്റെ അസ്കിത ഉണ്ട് കേട്ടോ. പിന്നെ കടന്നുറങ്ങി എല്ലായപ്പോഴത്തേക്ക് ഒരു 3-3:30 ആയി. പിന്നെ രാവിലെ എണീക്കാനൊക്കെ മടിയായിരുന്നു, പണിക്ക് വരണമെന്ന് പോലും ഇല്ലായിരുന്നു. പിന്നെ എണീറ്റ് പോകുന്നതാണ്. എന്താണേലും പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ചാടി പോകുന്നതാണ്. ഞാൻ എന്താണെങ്കിലും ഉണ്ടല്ലോ, ഈ നമ്മുടെ വ്ളോഗ് ഈ ഒരു സൺഡേ വരെയും കൂടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്ന് ഓടുകയാണ്. സൊമാറ്റോ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ മരിച്ച് കിടന്ന് ഓടാൻ പോകും. ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പരിപാടിയൊന്നും നടക്കുന്നില്ല. കാരണം വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, ഫുൾ മഴയാണല്ലോ. അപ്പം ഞാൻ ഓടി എനിക്ക് കുറച്ച് EMI കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ഡയമണ്ട് പാർട്ണർ ആകുമല്ലോ എപ്പോഴെങ്കിലും. അന്നേരം ഞാൻ ഒരാഴ്ച തിങ്കൾ തൊട്ട് സൺഡേ വരെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലല്ലോ. ഇത് എന്നും പോകുന്ന സ്ഥലങ്ങൾ, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, ഹോട്ടലിൽ ചെല്ലുന്നു, ഓർഡർ എടുക്കുന്നു, കൊടുക്കുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ അടുത്ത് വേറെ പരിപാടിയൊന്നും ചെയ്യാനും കാണിക്കാനും പറ്റുന്നില്ല. കാരണം ഞാൻ പണിക്കും കൂടെ ആയിട്ടാണല്ലോ വരുന്നത്, പൈസയ്ക്കും കൂടെ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് പോകാനും പറ്റുന്നില്ല, മനസ്സിലായോ? ഇപ്പോൾ ഈ സൊമാറ്റോയ്ക്ക് ഒരു ഓർഡർ അടിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാണ്ട് കുറേ നേരം നിന്ന് ആ ഓർഡർ കയ്യിൽ നിന്ന് പോകും. അത് ക്യാൻസൽ ആവുമോ, അന്ന് റിജക്റ്റ് ആവുമോ, എന്തോ ചെയ്യും. നമുക്കുള്ള ഇൻസെൻറ്റീവും കൂടെ പോയി കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരിടത്തും ഡിലേ നിൽക്കുന്നില്ല. ഓർഡർ അടിച്ച് ആ സ്പോട്ടിൽ കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്ന വഴിക്കൊരു നല്ല സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിലും അത് നിങ്ങളെ പോയി ഒന്ന് കാണിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ സ്വിഗ്ഗി ആയിരുന്നു നടന്നതാണ്. സ്വിഗ്ഗിയിൽ ഓർഡർ അടിച്ച് എപ്പോഴേലും കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ പക്ക പരിപാടികളാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ പിന്നെ ഈ വരുന്ന ഡിസംബർ 8-ാം തീയതി ഞങ്ങൾ പാലാക്കാരുടെ എല്ലാമായ പാലാ ജൂബിലിയാണ്. അന്നേരം എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും, എന്ത് മലമറിക്കുന്ന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും അന്ന് അവധി എടുത്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ അത് സൺഡേ ഓടുക എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണല്ലോ. അപ്പോൾ ഈ സൺഡേ എനിക്ക് ഓടാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ലെവൽ വീണ്ടും താഴ്ന്നു പോകും. പിന്നെയും നമ്മൾ ഡയമണ്ട് ആണെങ്കിൽ പിന്നെയും പയറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് എത്ര രൂപ ടോട്ടൽ ഈ ആഴ്ച സാറ്റർഡേ വരെ നമുക്ക് എത്ര രൂപ കിട്ടി, എത്ര രൂപ ചിലവായി. ഞാൻ ഡെയിലി ഒരു 300 രൂപ 350 രൂപ പെട്രോൾ അടിക്കുന്നുണ്ട്. പിന്നെ 150 രൂപ ഫുഡിൻ്റെ ചിലവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 450 രൂപ കൂട്ടിക്കോ ഡെയിലി ചിലവ് ടോട്ടലും. അപ്പോൾ അത് നമുക്ക് ഒരാഴ്ചത്തിൽ നിന്ന് കുറച്ച് നോക്കുമ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ.
ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. വേറെ കിടിലൻ വീഡിയോസ് പ്ലാനിങ്ങിലുണ്ട്, ചെറിയ ട്രിപ്പൊക്കെ പ്ലാനിങ്ങിലുണ്ട്. നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഉടനെ ഇറങ്ങും. വണ്ടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ട്രിപ്പ് മയമായിരിക്കും. ഒരു വലിയ ലോങ് ട്രിപ്പ്, ഒരു 2 മാസത്തെ സാധനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അനിയൻ്റെ പുതിയ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ പരിപാടികളൊക്കെ നടക്കും. നല്ല പരിചയമുള്ളൊരു ബസ്സാണല്ലോ വരുന്നത്. ഈ ബസ് എവിടെ നല്ല കണ്ടുപരിചയം? നമ്മുടെ സുഹൃത്തുക്കളുടെ ബസ്സാണ് കേട്ടോ. ഓടിക്കുന്ന ആളെനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനത് ഓർത്ത് ഈ ബസ് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ പോട്ടെ. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ മോശം ദിവസമാണ് കേട്ടോ. ഓർഡർ അടിക്കുന്നേ ഇല്ല. റോഡി സോംബി എൻ്റെ കൂട്ടുകാരനാണല്ലോ. ഭയങ്കര ശോകമാണ്. അതെന്നു വെച്ചാൽ ഇന്നലെ ഓർഡർ അടിക്കാൻ കാരണം വെച്ചാൽ ഇന്നലെ ഒന്നെങ്കിൽ റൈഡേഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അടിക്കുന്നത്. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ് ഇതിനകത്ത് ഒരു റാങ്കിങ് ഉണ്ട്. അത് റീസെറ്റ് ആകുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. പണ്ടൊക്കെ ഇതിൻ്റെ ആപ്പിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു, ആൾക്കാരുടെ പേര് ഊരും ജാതക സൈഡും കാണിക്കുമായിരുന്നു. ഇന്ന ആൾ 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം എന്ന് മനസ്സിലായോ? അപ്പോൾ ആ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളും നമ്മൾ ഒരു 10 പേര് നിൽക്കുക. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ കൂടെ നിൽക്കുന്നെങ്കിൽ അവിടെ ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് നിൽക്കുക, ആ ഒരു ഓർഡർ വന്നാൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് അടിക്കത്തുള്ളൂ. അയാൾ അവിടുന്ന് ഓർഡർ അടിച്ച് പോയി കഴിയുമ്പോൾ അടുത്ത് നിൽക്കുന്ന 2ാം സ്ഥാനക്കാരാണ്. അങ്ങനെ ഒരു റേറ്റിംഗ് ബേസിസിലായിരുന്നു ഓർഡർ അടിച്ച്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തിങ്കളാഴ്ച മാക്സിമം സ്കോർ ചെയ്ത് ആ ഒരു ലെവലപ്പായി നിൽക്കുന്നവർക്ക് ഇന്ന് പ്രയോറിറ്റി കാണും. മനസ്സിലായോ? ഇന്ന് എനിക്ക് ഓർഡർ ഇല്ലെന്ന് പറഞ്ഞിട്ട് വേറെ ആർക്കും ഓർഡർ ഇല്ലായിരിക്കത്തില്ല. ഇന്ന് റേറ്റിംഗ് ഉള്ളവന് കൊലയടിയായിരിക്കും. മനസ്സിലായി? ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല. ഇപ്പോൾ എനിക്കോ 2 പേർക്കും ഒന്ന് ശോകമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ശോകമെന്ന് പറയാൻ പറ്റത്തില്ല ഈ ഡെലിവറി ഫീൽഡിൽ. ചിലപ്പം ചില ആൾക്കാർക്ക് ഇന്നലെ ശോകമായിരിക്കും, ഇന്നായിരിക്കും അവർക്ക് കിടും. മനസ്സിലായോ? ഇതൊരു റേറ്റിംഗ് ബേസിസിലാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇന്നലെ നല്ല രീതിയിൽ സ്കോർ ചെയ്തവർക്കൊക്കെ ഇന്ന് നല്ല രീതിയിൽ ഓർഡർ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ റേറ്റിംഗ് ഇച്ചിരി ബാക്കിലായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്കിന്ന് വലിയ അടിയൊന്നുമില്ല. പക്ഷേ വൈകുന്നേരം അത്യാവശ്യം കിട്ടുമായിരിക്കും. നോക്കാം എന്താണേലും. അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ചൊവ്വാഴ്ച മടുപ്പാണ്. ഇപ്പോൾ അത് ആപ്പിൽ ആ റേറ്റിങ്ങിൻ്റെ കാര്യം കാണിക്കുന്നില്ല, അതെടുത്ത് കളഞ്ഞു. ഇവിടെ ചെറിയ അടിയൊക്കെ ഉണ്ടായിരുന്നു സമരത്തിൻ്റെ സമയത്ത്. അപ്പോൾ ഈ സമരം വെച്ച സമയത്ത് ഇപ്പോൾ ആരാ ഓടുന്നതെന്ന് കറക്റ്റ് അറിയാം. കാരണം ഇതിൽ പോയിന്റ് കയറി വരുന്ന കാണാമല്ലോ. അപ്പോൾ ആരും ഓടല്ലെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഓടുന്നത് ഇത് നോക്കി മനസ്സിലാക്കിയ ആൾക്കാർ. അങ്ങനെ അവന്മാരുമായിട്ട് വിഷയമുണ്ട്. അതേസമയത്ത് തമ്മിലടി ആവുന്ന കണ്ടുകൊണ്ട് ആപ്പിൽ നിന്ന് അത് എടുത്ത് മാറ്റി. പിന്നെ പുതിയ അപ്ഡേഷൻ വന്ന ആപ്പിൽ അതില്ലാന്ന് തോന്നുന്നു. പുതിയ അപ്ഡേഷൻ ഈ ഒരു ഗിഗ് വന്നപ്പോൾ തൊട്ട് അത് കണ്ടിട്ടില്ല. അതിന് മുന്നേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോഴും നിലവിലുണ്ട് കേട്ടോ, റേറ്റിങ്ങിൻ്റെ ബേസിസിൽ. സൊമാറ്റോ പക്കയായിട്ടും റേറ്റിങ്ങിൻ്റെ ഇതിലാണ് ഓർഡർ അടിക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ പുറകിൽ എന്തോ അടി വന്നിരിക്കുന്നത്. അവർ കയറിപ്പോയോ? എനിക്ക് കയറാനും പറ്റിയില്ല. എനിക്ക് ഈ ഇടയായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇച്ചിരി പേടിച്ചൊക്കെ ഓടിക്കുന്നത്. തന്തവൈ വന്നു, അത് തന്നെ സംഭവം. വളരെ പതുക്കെ വല്ല ഓരം പറ്റി നൈസായിട്ടൊക്കെ പോകാൻ, സ്പീഡിലൊന്നും പോകാനേ തോന്നുന്നില്ല. എവിടെ പോയാലും ഇനി ഒരു ഓർഡർ അടിക്കുന്നു. 1:26 നോക്കാം. നല്ല വെയിലാണ്. കുറച്ച് നേരം കൂടെ നോക്കാമെന്നല്ല, നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 3 മണി വരെ നോക്കിക്കൊണ്ടേ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ടൗണിലോട്ട് പോവാം. ഇന്നിപ്പോൾ ഞാൻ ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ആ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ രക്ഷയില്ല. ഇനിയിപ്പോൾ നേരെ കോട്ടയം ടൗൺ ആയിരിക്കും രക്ഷ. കുറേ ഹോട്ടലുകളുള്ള സ്ഥലത്ത് പോയിട്ട് രക്ഷയുള്ളൂ. അല്ലാണ്ട് ഒറ്റയും വിട്ടായിട്ടൊക്കെ ഹോട്ടലിൽ ഇരിക്കുന്നിടത്ത് നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഈ വരുന്ന വഴി ഇങ്ങനെ ആയതുകൊണ്ട് ഓണാക്കി പോകുന്നേ ഉള്ളൂ കേട്ടോ. വരുമ്പോഴേ സോണിലോട്ടാണല്ലോ കയറുന്നത്. അപ്പോൾ സോൺ കയറുമ്പോഴേ ഓണാക്കുന്നു. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, ടൗണിൽ ചെന്നിട്ടായിരുന്നു ഓണാക്കുന്നത്. ഞാൻ ഓർക്കുന്നത് അവിടം വരെ എന്തിനാണ് കാലി ഓടിപ്പോകുന്നത്, ഇവിടുന്ന് ഓണാക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഓർഡർ വല്ലതും ഉണ്ടെങ്കിൽ അടിക്കുമല്ലോ എന്നോർത്ത്. വണ്ടിക്ക് മിക്കവാറും ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. വണ്ടിയുടെ ഓയിൽ മാറിയിട്ടില്ലായിരുന്നു. വണ്ടി ചെറിയ ക്രാങ്ക് അടിക്കുന്ന പോലെ കിറ്റ് സൗണ്ടൊക്കെ അടിച്ച് തുടങ്ങിയായിരുന്നു. ഇന്ന് രാവിലെ കൊണ്ട് ഓയിലൊക്കെ മാറി. പക്ഷെ ഒരു ചെറിയൊരു അടിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും വണ്ടിയുടെ കട്ടയം പടം മുടങ്ങുന്നതാണ് തോന്നുന്നത്. വണ്ടി ചുമ്മാ നിർത്താതെ ഓടുക. ഒരു ദിവസം 200+ ഒക്കെയാണ് വണ്ടി ഓടുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കി, നോൺ സ്റ്റോപ്പ് എല്ലാ ദിവസവും വണ്ടി ഓടുക. ഇങ്ങനൊരു കാര്യം, അതീവ ദുഃഖകരമായ ഒരു വാർത്ത. ഞാനിങ്ങനെ ആൾക്കാരെ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകൾ പറയുന്നൊന്നുമല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ആക്സിഡൻറ്റിൻ്റെ ന്യൂസൊക്കെ എല്ലാവരും കേട്ടു. മഴയാണ്, വണ്ടിയെല്ലാം ചുമ്മാ മഴയത്ത് സ്കിഡായി പോകും, ബ്രേക്കൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ എവിടെ നോക്കിയാലും ആക്സിഡൻ്റ് ആണ്. ഞാനിന്ന് വരുന്ന വഴിക്ക് തന്നെ ഒരു 4-5 ആക്സിഡൻറ്റ് കണ്ടു. എല്ലാ ദിവസവും കാണാൻ പറ്റും എവിടെയെങ്കിലും വണ്ടി. ഇന്നലെ വീട്ടിൽ പോകുന്ന വഴിക്ക്, എൻ്റെ പാലാ തൊടുപുഴ റോഡിലാണ് വീട്. അപ്പോൾ ഹൈവേയിൽ ഒരു ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സും കാറും ഇടിച്ച് പപ്പടപ്പരുമായിട്ട് കിടക്കുന്നു. ഇപ്പോൾ വരുന്ന വഴിക്ക് ട്രാവലർ ഇടിച്ച് കിടക്കുന്നു. കുറച്ച് അകലം പാലിച്ചു പോകും നിങ്ങളൊക്കെ. എനിക്കതാ പറയാനുള്ളൂ. എല്ലാവരും മുട്ടി കൊണ്ടുവന്ന് വണ്ടികളുമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടു പോകും, എന്നാലും ഇത് ചവിട്ടിയാൽ നിൽക്കത്തുള്ളൂ. എല്ലാവരും ഈ കുത്തി കൊണ്ടുപോകും. അത് ബൈക്കാണെങ്കിലും കാറാണ്, ഏത് വണ്ടിയാണെങ്കിലും. ഫ്രണ്ടിലൊരു വണ്ടി ഒരു ചവിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നേരെ എൻ്റെ പുറയിലോട്ട് ചെന്ന് കയറും. കുറച്ച് ഗ്യാപ്പ് ഇട്ടു. പിന്നെ മഴയത്തൊക്കെ ചുമ്മാ അനത്തി പോവാതെ വീശാതെ. ഈ മഴ കഴിഞ്ഞ് നമ്മുടെ ഈ റബ്ബറൈസ്ഡ് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പായൽ പിടിച്ച പോലെയാണ്. ചുമ്മാ നടന്നു പോകുമ്പോൾ തന്നെ തെന്നി വീഴും.
അതിലെ കൂടെയൊക്കെ എന്നൊക്കെ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ABS ഉണ്ട്, എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാലും വണ്ടിയാണ്, നമ്മളാണ് ഓടിക്കുന്നത്. അതിൻ്റെ അവസാന വാക്കെന്ന് പറഞ്ഞാൽ നമ്മളാണ് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ എന്തൊക്കെ സേഫ്റ്റി ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിനൊക്കെ ഒരു സപ്പോർട്ട് തരാനേ പറ്റത്തുള്ളൂ, അതൊക്കെ ഒരു പരിധി വരെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിരിക്കണം. ഇതൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ ലൈസൻസ് എടുപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. പകുതി കണത്തിന് ഓടിക്കാൻ പോലും അറിയത്തില്ല. എന്തൊക്കെ കാട്ടായങ്ങളായി കാണിക്കുന്നത്. ആർക്കും ക്ഷമയില്ല, ബ്രേക്ക് പിടിക്കാൻ അറിയത്തില്ല. ഇപ്പം നമ്മളൊരു വണ്ടി നമ്മൾ കവലം തിരിയാനൊക്കെ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ചവിട്ടി കൊടുക്കത്തില്ല. ഒരുമാതിരി ഈഗോ ക്ലാഷ് കാണിക്കുന്ന കൂട്ട് കാട്ടായാണ് മിക്കവരും കാണിക്കുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നമുക്ക് ഓർഡർ അടിക്കാൻ നോക്കാം ഗൈസ്. ഞാൻ നേരെ പോയാൽ ഞാനൊന്ന് U-ടേൺ അടിച്ചായിരുന്നു കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്കിത് ഈ ഓർഡർ അടിച്ചു, ഞാൻ പിക്ക് ചെയ്തില്ല, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണിച്ചിട്ട് പിക്ക് ചെയ്യാമെന്ന് ഓർത്തു. തലശ്ശേരി റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഓർഡർ അടിച്ചുകൊണ്ട് ഞാൻ U-ടേൺ അടിച്ചായിരുന്നു. ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. അപ്പം തന്നെ ഓർഡർ അടിച്ചു. അപ്പം തന്നെ വീണ്ടും ക്യാമറ ജസ്റ്റ് ഒന്ന് ഓണാക്കി. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. എങ്ങോട്ടായിരിക്കും? ഗൈസ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ ഒരു മരം കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. കണ്ടോ കുറേ പൂക്കളൊക്കെ ആയിട്ട്, ചുമല പൂക്കളൊക്കെ ആയിട്ട് ആ ഒരു ബജിക്കടയുടെ അവിടെ അത് ഫുള്ള് പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ. അത് പിടിപ്പിച്ച് വെച്ചവന് ഒരു കുതിരപ്പവൻ കൊടുക്കണം. അതേലുള്ള പൂവൊന്നും ഒറിജിനലൊന്നും അല്ല. അതിൻ്റെ അങ്ങ് തുമ്പത്ത് വരെ, അങ്ങ് മണ്ട വരെ, അതായത് ആ മരം ഫുള്ള് നല്ല രസം അത് കാണാം. അത് ഇപ്പുറത്തെ മരത്തിലും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഭംഗിയാണ്. അത് മൊത്തം പ്ലാസ്റ്റിക് പൂവ്. എന്നെ സമ്മതിക്കണം, മെനക്കെട്ടിരുന്നതെല്ലാം പിടിപ്പിച്ച് വെച്ചത്. കണ്ടാൽ പക്ക ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. പക്ഷേ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കാണാം ഈ നൂലിന് കെട്ടി വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ കട. പണ്ട് ഒരുപാട് ഓർഡർ അടിക്കുന്ന കടയായിരുന്നു കേട്ടോ. നമ്മുടെ ഇതുണ്ടായിരുന്ന സമയത്ത്, ഊബറൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു കട കൊണ്ട് മാത്രമായിരുന്നു എല്ലാവരും ജീവിച്ചത്. കാരണം വേറെ എങ്ങും പോകണ്ട, ഇതിൻ്റെ ചോട്ട് നിന്നാൽ മതി. കുണുകുണാന്ന് പറഞ്ഞാൽ കുടുകുടാന്നല്ല കേട്ടോ, കുണുകുണാന്ന് പറഞ്ഞാൽ ഓർഡർ അടിക്കുന്നത്. അത് ഇവിടുന്ന് അടിക്കുക, മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത്, അവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഇവിടുന്ന് എടുക്കുക കൊടുക്കുക ഇത് തന്നെയായിരുന്നു പരിപാടി. കാരണം രാത്രിയിലൊക്കെ ഇവിടെ ഞങ്ങൾ പെറ്റ് കിടക്കുമായിരുന്നു ഈ ഒരു കടയിൽ, തലശ്ശേരിയിൽ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം ഇവർ ഓൺലൈനിൽ നിന്നൊക്കെ നിർത്തിയായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് വീണ്ടും ഓപ്പൺ ആയതാണ്. നോക്കട്ടെ, ബിരിയാണി ചേട്ടാ 0865 ബിരിയാണി. അതേണ്ടേ പിക്കഡ്. ആ പുള്ളിയില്ലേ, നോക്കിക്കുക അവിടെ ഉണ്ടോയെന്ന്. ആ പുള്ളിക്കാരൻ ഒരു 3 തവണ എനിക്ക് സാധനം മാറ്റി തന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ എന്നാ കാണിക്കുന്ന അറിയുന്നുണ്ട്. പുള്ളി അറിയാം ഇവരെടുത്തോണ്ട് പോയെന്നൊക്കെ. പുള്ളി ഒന്ന് നോക്കാതെയൊക്കെ സാധനവും കൊടുത്തിട്ട്. എൻ്റെ അമ്മേ, ബാഗൊന്ന് തുറക്കട്ടെ. ബാഗിൻ്റെ അകത്ത് പുതിയ നമ്മുടെ മഴക്കോട്ട കേട്ടോ, റെഡ് കളർ. സൊമാറ്റോയിലോട്ട് വരുന്നുണ്ട്, റെഡ് വാങ്ങിച്ചു. ബ്ലൂ മാറി. പിന്നെ നമ്മുടെ പുതിയ മൈക്ക് വന്നു കേട്ടോ. പക്ഷേ ഇത് പുതിയ മൈക്കിലല്ല ഞാൻ സംസാരിക്കുന്നത്. പുതിയ മൈക്ക് കിടിലനായിരുന്നു, നോയ്സ് ക്യാൻസലേഷനും പക്കയായിരുന്നു, പറയാനൊക്കെ കിടിലായിട്ട് കേൾക്കായിരുന്നു. പക്ഷേ അതിൻ്റെ വിറ്റെന്താണെന്ന് വെച്ചാൽ അതിന് ഇത്ര നീളമുള്ളൂ, അതിന് നീട്ടമില്ല. അത് ക്യാമറയെ കുത്തിക്കഴിഞ്ഞാൽ മൈക്ക് പുറത്തു തന്നെ ഇരിക്കും. ഈ ഹെൽമെറ്റിൻ്റെ അകത്തോട്ട് വളച്ച് വെക്കാനുള്ള നീളമില്ല. ഇനി അതിന് നീട്ടം വെക്കുന്നതിൻ്റെ എക്സ്റ്റൻഷൻ കേബിൾ ഇനി വേറെ വാങ്ങിക്കണം. മൈക്കിന് 500 രൂപ, അതിൻ്റെ കേബിളിന് അടുത്ത് 500 രൂപ, 1000 രൂപ. എൻ്റെ പൊന്നോ, കുറേ നേരം അത് തുറന്നിരിക്കുമോ. നമ്മളിതിൻ്റെ കുറിയിലോട്ട് വന്നിട്ട് അത് അടങ്ങുന്ന ഗൈസ്. ഇതിന് പ്രശ്നം അത്രയും മേൽപ്പാലം വന്നിട്ടോ, വരുന്നതിന് മുന്നേ എൻ്റെ അമ്മ ഇതിലത്തെ ഡെലിവറി തരാം. ഇവിടെ 2 ട്രാക്കായ പിന്നെ അതിന് ചുമ്മാ ചറ പറയാനാവുന്നു. ഇങ്ങോട്ടൊരു ഓർഡർ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ബ്ലോക്ക്. എന്നെ പരിപാടി ഇച്ചിരി അതൊന്നൊരു നോക്കാം, അല്ലെ അപ്പി തെറിക്കും. സീരിയസ് ആയിട്ടും പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ പോകുമ്പോൾ അപ്പിയുടെ മണമായിരിക്കും. എല്ലാവരും പറയും അപ്പി ഇപ്പം പുതിയ സെറ്റപ്പിൽ കരിച്ചു കളയുമെന്ന് കണ്ട്. ചുമ്മാ പറയുന്നു. ട്രെയിൻ പോകുമ്പോൾ ഭയങ്കര അപ്പിനാറ്റോ. ഞാനതിൻ്റെ അടുത്ത് പോയി നിൽക്കത്തില്ല, ഞാനിങ്ങനെ അകന്നേ നിൽക്കത്തുള്ളൂ. നല്ലൊരു ഭംഗിയുള്ള ട്രെയിനായിരിക്കട്ടെ. WP7 പോകട്ടെ. നമുക്ക് നമ്മുടെ ഫ്രെയിം മനോഹരമാക്കാം. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഫ്രെയിം മനോഹരമാക്കാൻ വേണ്ടി വണ്ടിയൊക്കെ പുറകോട്ട് ഇറക്കി കറക്റ്റ് സെറ്റാക്കി വെച്ചിരുന്ന ഇവൻ എവിടെ നിന്ന് വന്നടാ? ഈ 2 പേര് ഇവരിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി കറക്റ്റ് കീറിക്കൊണ്ട് ഇട്ടു. കിടിലം ഫ്രെയിമായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഓമാരെ കൊണ്ട് പ്രശ്നമാണ്. സാരമില്ല, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാം. ട്രെയിൻ എവിടെ വരുന്നില്ലല്ലോ, ഒടുക്കത്തെ വെയിലാണല്ലോ. ഇന്നലെ ഞാനൊരു ന്യൂസ് വായിച്ചു, ജപ്പാനിലാന്ന് തോന്നുന്നു. ട്രെയിൻ മറ്റേ ലോക്കോ പൈലറ്റില്ലേ, പുള്ളിക്കാരൻ മൂത്രം ഒഴിക്കാനെങ്ങാണ്ട് പോയിട്ട് 4 മിനിറ്റ് എങ്ങാണ്ട് വൈകിയതിന് 125 ട്രെയിനാണ് വൈകി ഓടിയെന്ന്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇതൊക്കെ എന്ത് 2 ദിവസമൊക്കെ വൈകി ഇവിടെ ട്രെയിൻ ഓടുന്നത്, ഒരു വിഷയമില്ല.
എവിടെ സാധനം? ഇനി ഇത് എവിടെയെങ്കിലും വൈകി പിടിച്ച് കിടക്കുമായിരിക്കും. എന്താ സത്യം ഞാൻ കേട്ടു ഗൈസ്. ദാ ഭാഗത്തു നിന്നാണ് വരുന്നത്. WAP7 ലോക്കോമോട്ടീവ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ് ക്രോസ് വെക്കുമ്പോൾ ഏഞ്ചൽ ചേഞ്ചസ് ഫോർ ലേഡി നമ്മുടെ ലോക്കൽ സെറ്റപ്പാണ്. സാന്ദ്രയൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഹേ ഗായ്സ്, ഞാൻ എവിടെ നിൽക്കുന്നതെന്നറിയോ? അയമനത്തൊരു ഡെലിവറിക്ക് വന്നതാണ്. സമയം 3:14. ലൊക്കേഷൻ ചെറുതായിട്ട് തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. ഞാനാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ക്യാമറയൊക്കെ സെറ്റപ്പാക്കാൻ വേണ്ടി തുടങ്ങി വരുന്നു. എന്നിട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് കാണിക്കാമെന്ന് ഓർത്തു. കസ്റ്റമറെ വിളിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു വഴി ചെറുതായിട്ട് തെറ്റിപ്പോയെന്ന്. ഈ കോട്ടയത്തിൻ്റെ ഈ ഉൾനാടൻ പ്രദേശങ്ങളൊക്കെ കാണാൻ അടിപൊളി കേട്ടോ. ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും കണ്ടോ വള്ളം കിടക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ വീട്ടിലും ഒരു ബൈക്ക്, ഒരു കാറ് എന്നുള്ള സെറ്റപ്പാണെങ്കിൽ ഇവിടെ എല്ലാ വീട്ടിലും ഒരു വള്ളമുണ്ട്. ഇവിടെ വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെ മൊത്തം വെള്ളത്തിനടിയിലായിരിക്കും. അപ്പോൾ എല്ലാ വീട്ടുകാരും അവർ വള്ളത്തിൽ പുറത്തോട്ടിറങ്ങും. അപ്പോൾ ഇതിലെ വരാനാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞത്. അടിപൊളി കേട്ടോ. കണ്ടോ പാടശേഖരങ്ങളും കൊക്കും ഉണ്ട്. ഇവിടെയൊക്കെ വള്ളമൊക്കെ കിടക്കുന്നുണ്ടോ? കിടിലാണ്. നല്ല ഭംഗിയാണ് കാണാം. പഴയകാല വീടുകളും അതൊക്കെ കാണാൻ പറ്റും. ഉണ്ട് അവിടെ ഒരു വള്ളം മൂടിയിട്ടേക്കുന്നു. അവരുടെ പാർക്കിംഗ് ഏരിയ ആണ്. എവിടെയാണ് ലൊക്കേഷൻ നടത്തില്ല. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാത്ത ഫീലാണ്. ഭയങ്കര പച്ചപ്പും വെള്ളവും പ്രകൃതിയും മണ്ണിൻ്റെ മണവും ആ സാധനം ഉണ്ടല്ലോ, വള്ളവും അതൊക്കെ. ഓ, ഇവിടെ ഒന്നും അല്ല പുള്ളിക്കാരി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ. ഇതുകൊണ്ട് കായലിൻ്റെ എന്തോ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. അതേ ഒരു വലിയ വള്ളം കിടക്കുന്നു. ഒരു വലിയൊരു പാലം. പുത്തിരി റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ. പുള്ളിക്കാരി ഒന്നുകൂടെ വിളിക്കാം. നമുക്കെന്തെങ്കിലും കുറേ സ്ഥലം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ. ഹലോ, ഞാൻ പുത്തിക്കരി റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പുതിയ പാലവും മണ്ണിട്ട് പൊക്കിയിട്ടില്ലേ, വലിയൊരു പാലമൊക്കെ അവിടെ വന്നു. ഞാൻ തിരിച്ചു അല്ലല്ല, ഞാൻ ആ മറ്റേ മെയിൻ റോഡിൽ നിന്ന് വലത്തോട്ടൊരു ചെറിയ വഴി പൂത്തിക്കരി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് തിരിഞ്ഞാൽ വന്നത്. അപ്പോൾ വന്ന വഴിക്ക് തിരിച്ചു പറഞ്ഞോ? എന്നാൽ ഞാൻ തിരിച്ചു വരാം. ഓക്കെ. വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. വുമൺ അപ്പുറത്തോട്ട് പോയാൽ എന്താ വേറെ വള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസം കേട്ടോ. ഇതുണ്ട് ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്ന. ഇതാണ് ഈ ഡെലിവറി ജോബും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ എന്നും ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത്, കാരണം നമ്മുടെ നാടാണെങ്കിൽ പോലും നമ്മൾ അവിടെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ എന്നും പോകാൻ പറ്റും. ഏതെങ്കിലും ഒരു വെറൈറ്റി സ്ഥലത്ത് ഇങ്ങനെ ഇതുണ്ടല്ലേ, ഇതുപോലെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല ചെറിയ തണുപ്പ്, ചെറിയ ഈ എന്താ പറയുക, തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. കാറ്റിങ്ങനെ വീശി ഇതുപോലെ തന്നെ വേറൊരു വഴിയുണ്ട് കേട്ടോ. ഞാൻ പണ്ട് കുമരകത്ത് ഡെലിവറിക്ക് പോയപ്പം വഴി തെറ്റിയിട്ട് പോകും. അപ്പോൾ ഇത്രയും വീതിയുള്ളൂ. ഭയങ്കര നാരമായിട്ടൊരു റോഡാണ് അത്. ഏറ്റുമാനൂർ നീണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചാടും കുമരകത്തു നിന്ന്. അത് ഈ പഴയ കാലത്തിൻ്റെ രാജപാതയൊക്കെ പോലെ ടാറൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ടാർ വരും, കുറച്ച് മണ്ണ് വരും. പിന്നെ കുറേ വീടിൻ്റെ മുറ്റത്തൂടെയൊക്കെ കയറി, പിന്നെ ഒരു അമ്പലത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ കയറി വഴി തന്നെയാണ്. പിന്നെ ഇങ്ങനെ ചെറിയ ബ്രിഡ്ജ്, ശരിക്കും ഒരു ബൈക്ക് പോകാനുള്ളതൊക്കെ ഉള്ളൂ. പക്ഷെ അതൊരു കിട്ടിലും സാധനമായിരുന്നു. പിന്നെ ഒരു തെങ്ങിൻ തോപ്പ്, അതിൻ്റെ വരമ്പേ കൂടെ ഇങ്ങനെ അപ്പോൾ രണ്ട് സൈഡിലും വെള്ളം വരും, പിന്നെ ഒരു സൈഡ് വെള്ളം വരും. ഭയങ്കര വൈബായിരുന്നു കേട്ടോ. എനിക്ക് അതിലെ കൂടെ ഒന്നുകൂടെ ഒരു റൈഡ് പോകണമെന്നുണ്ട്. അതിങ്ങനെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. അത് ഒരു വൈകുന്നേരമായിരുന്നു ഞാൻ അതിലിങ്ങനെ പോകുന്നത്. ഇവിടെ തന്നെയാണ് ഇവരുടെ അലക്ക് സെറ്റപ്പ്. കണ്ടോ വള്ളം, ഈ വീട്ടുകാരുടെ വള്ളം എന്ന് തോന്നും. ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. പുള്ളിക്കാരി ഞാനിങ്ങോട്ട് തിരിഞ്ഞ കവലത്തിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതേണ്ട നിൽക്കുന്നു ഇവിടെ തന്നെ. അനിതയാണോ? ഹായ് ഗൈസ്.
ഞാൻ എവിടെ നിന്ന് ഫോൺ വിളിച്ചാന്നറിയോ? ഈ വീടിൻ്റെ തൊട്ടപ്പുറം നിന്ന്. ഞാൻ അവിടെ വള്ളത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ്. വണ്ടിക്ക് എന്താ കംപ്ലൈൻറ്റാ? പോവാ, ടാറ്റ ബൈ ബൈ. നല്ലൊരു കസ്റ്റമർ. അയ്യോ, ഡെലിവറി കൊടുക്കാൻ മറന്നുപോയി. ഗായ്സ് ഇത് കണ്ടോ, എന്ത് രസമെന്ന് നോക്കി. നിങ്ങളെ ഞാൻ ഫേസ് കാണിച്ചില്ല, പക്ഷേ ഒരു പെൺകുട്ടി വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഫേസ് കാണിച്ചു. 49 രൂപ ആയിട്ട് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കട്ടെ, മനോഹരമായൊരു ഫോട്ടോ കണ്ടോ. വാവ്, അതിമനോഹരം. ഇങ്ങനെ ഒരെണ്ണം എടുക്കാം. എൻ്റെ അമ്മോ മോനെ സീൻ. സ്കൂട്ടറും കൂടെ പോട്ടെ. ഇതേതോ ഡെലിവറി ബോയ് ആണല്ലോ, അവൻ കണ്ടെത്തി പോയി വീഴോ. വാവ്, നമ്മുടെ ഡെലിവറിയിൽ നമുക്കൊരു മൊമെൻറ്റ് കിട്ടുന്നില്ല എന്നായിരുന്നു എൻ്റെ പരാതി. ഇന്ന് നമുക്ക് മൊമെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇന്ന് കമൻറ്റിൻ്റെ പൂരമായിരിക്കും. എന്നോട് മുഖം കാണിക്കണം എന്നും ഞാൻ ഇടും. ഞാൻ ഒറ്റ മുഖം കാണിച്ചിട്ടില്ല. എൻ്റെ ചാനലിൽ വേറെ മുഖം കാണിച്ചുള്ള വീഡിയോ ഉണ്ട്. ഞാൻ മൈക്കില്ലാത്തതുകൊണ്ടാണ്. നീയൊക്കെ മൈക്ക് വാങ്ങിച്ചു തരാന്ന് കുറേ കമൻറ്റ് ഇട്ടു. അപ്പം നിനക്കൊരു പെണ്ണ് ചോദിച്ചാൽ മുഖം കാണിക്കാൻ പറ്റും അല്ലടാ എന്നല്ലേ നീയൊക്കെ ചോദിക്കാൻ പോകുന്നത് എന്നോട്. എൻ്റെ അമ്മ നേരെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയി വീഴും കേട്ടോ. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ പണിയാണ്. ഇതുകൊണ്ടാണ് മറ്റേ ചെളി കോരി വെച്ചേക്കുന്നത്. അയ്യോ, ഇത് എന്നാ സ്ട്രോങ് ആണെന്നറിയാം. ഇത് ഭയങ്കര കല്ല് പോലെ ഇരിക്കും. ഇത് ഈ ആഴം കൂട്ടാനെങ്ങാണ്ട് കോരി വെക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വള്ളവും ബോട്ടൊക്കെ പോകാൻ വേണ്ടി നല്ല ഒഴുക്കുണ്ടല്ലോ. ഇതെല്ലാം ചെന്ന് ചേരുന്നത് വേമ്പനാട്ട് കായലിലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ അങ്ങേറ്റം കുമരകമാണ്. അപ്പോൾ കുമരകത്തിൻ്റെ ഒരു സൈഡായിട്ട് വരും ഇതൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു വിറ്റനെന്ന് വെച്ചാൽ ഞാൻ വന്ന വഴിയാണ് മറന്നുപോയി. ഇതിൽ എങ്ങോട്ട് പോയാലും കോട്ടയത്ത് ചെല്ലാൻ തോന്നും. നേരെ കുറച്ച് ദൂരം പോയി നോക്കാം. ഞാൻ ഇതിലേ കേട്ടോ വന്നത്. ഇതിലെ വരുമ്പോഴും അടിപൊളി വൈബായിരുന്നു കാണാനൊക്കെ. നേരെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം, ഈ വരമ്പേ കൂടെ തന്നെ എങ്ങനെ പോകണം? വഴി ദിശ മാറി പോവാണല്ലോ. അയ്യോ, നമ്മുടെ പുഴ അങ്ങോട്ട് പോകും, നമ്മുടെ വഴി ഇങ്ങോട്ട് പോകും. അപ്പം ഞാനും പുഴയും രണ്ട് വശത്തായി പോകും. അപ്പോൾ നമുക്ക് വൈബ് കിട്ടത്തില്ല. അപ്പം നമുക്ക് വന്ന വഴിക്ക് തിരിച്ചു പോകാം. അല്ല വേണ്ട, ഇങ്ങോട്ടൊന്ന് കറങ്ങി നോക്കാം. കറങ്ങി നോക്കാം. ശരിക്കും ഈ വഴി എങ്ങോട്ടാണ്? 3:20 ആയല്ലോ. ഇത് ഫുള്ളും ഗട്ടറാണല്ലോ. ഇവിടെ ഒന്നും ടാറേ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട്. ഇതെവിടെയോ ചെന്ന് ചാടുമല്ലോ. ഇതേ തെങ്ങും തോപ്പ് നിറച്ചും വെള്ളം. ഇന്നലത്തെ മഴയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ചെനക്കിനൊക്കെ നമ്മൾ കറങ്ങി ഇവിടെ വന്നു കേട്ടോ. ഇത് കൊള്ളാം, വൈബ്. ഞാൻ വന്ന വഴിക്ക് കുറേ വെള്ളം കയറി കിടക്കുന്നത്. ഇതെന്താ ആടോ? ഞാൻ ഓർത്തതെന്തൊരു പ്രത്യേക തരം ജീവിന്ന്. ഞാൻ സത്യം പറഞ്ഞ കേട്ടോ, എനിക്ക് ഗൂഗിൾ മാപ്പ് നോക്കാതെ പോകാൻ അറിയത്തൊന്നുമില്ല. നല്ല പരിചയമുള്ളൊരു അമ്പലം. ഞാൻ ഈ ഒരു അമ്പലം കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ. ഇതൊക്കെ നല്ല പരിചയമുള്ള സ്ഥലമാണല്ലോ. ഇതിലേ അങ്ങ് കയറി പോവാം. എനിക്കിപ്പോൾ ഏകദേശം വഴി കത്തി കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ അയമനം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അയമനം സിദ്ധാർത്ഥൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ എനിക്ക് കോട്ടയത്തിനാണ് പോകേണ്ടത്. കണ്ടോ എന്തൊരു ആംബിയൻസാണ്. ഫ്രണ്ടിൽ വലിയൊരു പുഴ, ഇവിടെ ഒരു അമ്പലം. വാവ്, പറഞ്ഞ മനോഹരം. ഇപ്പം എനിക്ക് വഴി മനസ്സിലായി. ഇനി മാപ്പൊന്നും വേണ്ട ആവശ്യമില്ല. ഞാൻ ഓർത്ത് ചെറുതായിട്ട് പണി വാളിയുന്നു. നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. ഈ പാലത്തെ കൂടെ കയറി ഇനി നമ്മളിവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കണ്ടോ മെയിൻ റോഡ് എത്തും. അവിടെ നിന്ന് ഒറ്റ വിടിയിൽ വിട്ട് കഴിഞ്ഞാൽ കോട്ടയത്തെയല്ല. കോട്ടയം കുമരകം ആ സൈഡിലോട്ട് പോകുന്ന ചാലുകുന്ന് എന്നൊക്കെ പറയുന്ന സൈഡുണ്ട്. ആ സൈഡിലോട്ടേ അല്ല. സെൻറ്റ് ജോർജ് LP സ്കൂൾ കണ്ടോ, ഒരു ചെറിയ പള്ളി, പഴയ ഒരു പള്ളിയാണ്. നല്ലൊരു വൈബ്. ഇനി ഒറ്റ വഴിയുള്ളൂ, അമ്മേ ഹമ്പ്. അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളെ ഏണിങ്സ് കാണിക്കാൻ മറന്നുപോയി. പറന്നടിച്ച് പോകുന്ന തിരക്കിൽ എത്ര രൂപയായെന്ന് കാണിച്ചില്ലല്ലോ. ഇതുവരെയുള്ള നമ്മുടെ ഏണിങ്സ്. വണ്ടി ഓഫാക്കട്ടെ. ഇതാരാണ്? ഹൗ യുവർ കോൾ വിത്ത് ഫ്ലീറ്റ് കോച്ച്. റേറ്റ് ഗുഡ്. പ്രോബ്ലം സോൾവ്ഡ്. പൊളൈറ്റ് ഹെൽപ്ഫുൾ. കോൾ ആൻസേർഡ് ക്വിക്കിലി. വേറെ ഒന്നുമല്ല, നമ്മുടെ ടീം ലീഡർ വിളിച്ച കോൾ കൊള്ളായിരുന്നോന്ന്. നല്ല കോളായിരുന്നു. പുള്ളി മറ്റേ കമ്പനി നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ നൈസായിട്ട് എന്തോ ഹാങ് ആയോ? വാട്ട് ഈസ് ദിസ്? ഇതാണ് എൻ്റെ ചില സമയത്ത് എൻ്റെ ഫോണിൻ്റെ ആണോ ഇനി ആപ്പിൻ്റെ ആണോ അറിയത്തില്ല. റേറ്റ് ടൈപ്പ് നോട്ട് ഡിഫൈൻഡ്. എന്തെങ്കിലും ആട്ടെ. 327 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. 267 രൂപ, 60 രൂപ ഇൻസെൻറ്റീവ്. ഓക്കേ, 6 ഓർഡർ എടുത്തു ഇത്ര നേരം കൊണ്ട്. എനിക്ക് ഇത്ര നേരം കൊടുത്ത ഓർഡറിൽ ഈ ലാസ്റ്റ് ഓർഡറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 ഗിഗ് കംപ്ലീറ്റ് ചെയ്തു. 12 to 2 154, 2 to 3 110 രൂപയും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് 6 മണിയായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിഗുകൾ കിടക്കുന്നത് 6 to 7
നാളത്തെ ഓപ്പൺ ആയിട്ടുണ്ട്, നാളത്തെ ബുക്ക് ചെയ്യാം. 12-2, 6-7, 7-9, 9-10. 10 മണി കൂടുതൽ ഞാൻ ഇനി വർക്ക് പണ്ണ മാട്ടേ. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് മൂവ്. ഇനി അപ്പം റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തോടു കൂടി, അല്ലാണ്ട് മറ്റേ റെസ്റ്റ് അല്ല കേട്ടോ. മാതാവേ കാത്തിരക്ഷിക്കണേ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. ദൈവം എന്തുകൊണ്ട് സുണേളാ, എന്താ മീൻകൊട്ടെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇനി കുറച്ച് നേരം പോയി എവിടെയെങ്കിലൊക്കെ പോയി ഇരുന്ന് വിശ്രമിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് 6 മണിയാകുമ്പം അംഗം വെട്ടാൻ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വിത്ത് മോർ പവർ. മഴയാണെങ്കിൽ പവറൊന്നും കാണത്തില്ല കേട്ടോ, നനഞ്ഞ് കുളിച്ച് വെക്ക് പോലത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ വീണ്ടും ടാറ്റ ഗായ്സ്. 11:08 ഞാൻ ഓർഡറുകളെല്ലാം കൊടുത്ത് നമ്മുടെ പരിപാടി തീർന്നു, ഓഫാക്കി. ഇന്ന് ഡേറ്റും കൂടെ കാണിച്ചേക്കും കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ചൊവ്വാഴ്ചയാണ്, 3-ാം തീയതിയാണ്, ഡിസംബറാണ്. നമ്മൾ സൊമാറ്റോ ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് 7ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് 7ാമത്തെ ദിവസമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 ദിവസം ഓടിയിട്ട് പിന്നെ 2 ദിവസം ഓടിയില്ല. അപ്പം ശരിക്കും ഇന്നാണ് 7ാമത്തെ ദിവസം. 6 കഴിഞ്ഞു, അപ്പോൾ ഇന്ന് 7, നാളെ 8ാമത്തെ ദിവസം. ഓക്കെ, 4-ാം തീയതി. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ചാർജ് തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പരിപാടികൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ കൊടുത്ത ഓർഡറിന് 97.9 പ്ലസ് 4 രൂപ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 741 രൂപയാണ് ടോട്ടൽ എമൗണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ 4 രൂപ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വരുമാനമാണ് കേട്ടോ ചൊവ്വാഴ്ചത്തെ. വലിയ തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 6 ഗിഗ് സ്ലോട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിലും കിട്ടിയ എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ 12-2 154, 2-3 110, 6-7 33 രൂപയായി കിട്ടുള്ളൂ. 7-9 അത്യാവശ്യം നല്ല പൈസ കയറി 300 രൂപ, 9-10 80 രൂപ, പിന്നെ 10-11 ഈ ഒരു ലാസ്റ്റ് ഗിഗിൽ 107 രൂപ. അങ്ങനെയാണ് നമ്മുടെ വരുമാനം. നമ്മുടെ ട്രിപ്പുകൾ 18 ട്രിപ്പുകൾ എടുത്തു കേട്ടോ. ലാസ്റ്റ് ഓർഡർ 36 രൂപ, 10-53, 10-31 26 രൂപ, പിന്നെ ഒരു മൾട്ടി ഓർഡർ അടിച്ചത്. ഓക്കെ, അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, അത് പ്രത്യേകിച്ചൊന്നും എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഓഫറുകൾ കാര്യങ്ങൾ ഒക്കെ പറയാം. വീക്കെൻഡ് സ്പെഷ്യൽ ലേറ്റ് നൈറ്റ് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഡെയിലി വന്നുകൊണ്ടിരിക്കും. വെനസ്ഡേ സ്പെഷ്യൽ ഓഫർ, തൊണ്ടയിൽ കിച്ച്. നാളത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഗിഗും 13 ഓർഡറും എടുക്കുവാണെങ്കിൽ 185, 8 ഓർഡറും 8 ഗിഗും 16 ഓർഡറും എടുക്കുവാണെങ്കിൽ 250, 9ഉം 18ഉം 350. അതിന് കണ്ടീഷനും ഉണ്ട് കേട്ടോ. 8 AM to 10 PM അതിനുള്ളിലാണ് ഈ ഗിഗുകൾ എടുക്കേണ്ടത്, അല്ലാണ്ട് 10 കഴിഞ്ഞിട്ടുള്ള ഗിഗുകൾ കൂട്ടത്തില്ല. അതാണ് നമുക്ക് പറ്റും. പിന്നെ വേറെ കണ്ടീഷൻ ഇതാണ്, 12 to 3 2.5 ഹവർ 2.25 മണിക്കൂർ ലോഗിൻ ഉണ്ടായിരിക്കണം. പിന്നെ 7 to 9 1.25 മണിക്കൂർ ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്ട്രാ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എക്സ്ട്രാ ഓർഡറുകളും പോട്ടെ, എക്സ്ട്രാ പെർ ഓർഡർ സർജുകൾ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് നാളത്തെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് 30 അൺലോക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് 107 രൂപ സ്പെഷ്യൽ സർജ് ഇന്നത്തെ നമുക്ക് കിട്ടിയതാണ് കാണിക്കുന്നത്. 12 to 2 2 to 3 ഒക്കെ 30-40 എന്നൊക്കെ കിട്ടി കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പീക്ക് അവേഴ്സ് ഓഫറോ 150 രൂപ അൺലോക്ക്ഡ്. ഈ കുറേ ആണല്ലോ, ഇതൊക്കെ കണ്ടാൽ അവർക്കും മല മറിച്ച് കിട്ടിയെന്ന്. അപ്പോൾ ആ കിട്ടിയ വരുമാനം നിങ്ങൾ കണ്ടില്ലേ. ഇതേ വേറെ എന്തുകൊണ്ട് അൺലോക്ക്ഡ്. പിന്നെ ഡിന്നർ പീക്ക് അൺലോക്ക്ഡ് 325 അൺലോക്ക്ഡ്, അത് കിട്ടിയിട്ടുണ്ട്. അത് മൺഡേയിലെ കേട്ടോ. ഇന്നത്തെ വേറെ എന്തോ, ഇന്നത്തേക്ക് എവിടെയാണോ ദൈവമേ, ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കാണുമ്പോൾ എന്തുകൊണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഒരു സംഭവവും ഇല്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ അൺലോക്കുകൾ മാത്രമേ ഉള്ളൂ. കമ്പയർ ടു സ്വിഗ്ഗി നോക്കുവാണെങ്കിൽ, പണ്ടത്തെ റേറ്റ് കാർഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കിട്ടിയാണ്. ഇത് ട്യൂസ്ഡേ മിസ്ഡോ, 350 ഇൻസെൻറ്റീവ് മിസ്ഡ്. ഇതെന്തോ ഇത്. ഇത് കൊള്ളാമല്ലോ. 13-6 200 ഇൻസെൻറ്റീവ്, അത് മിസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഓഫർ ടാർഗറ്റ് നോട്ട് റീച്ച്ഡ്, അതെന്താ സംഭവം? ഒപ്പിന്ന് എനിക്ക് ഇൻസെൻറ്റീവ് ഇല്ല. ഓക്കെ, ട്യൂസ്ഡേ സ്പെഷ്യൽ 8 AM to 10 PM. നമ്മളതിൻ്റെ അത് 6 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന്. കൊള്ളാം. അപ്പം നമുക്കിന്ന് ഇൻസെൻറ്റീവ് അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ മുമ്പേ കാണിച്ച് എന്ത് തേങ്ങയാണ്. മുമ്പേ നോക്കിയപ്പോൾ എന്തോ കിട്ടിയെന്നാണല്ലോ കാണിച്ചത്. എന്തോ മൺഡേ സ്പീക്കോ എന്തൊക്കെ എനിക്ക് കലി വരുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓരോ ദിവസം ഓരോന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും വേറെ കണ്ടൊക്കെയാണ് കിട്ടിയേക്കുന്നത്. മറ്റേ സാമാനം നമുക്ക് കിട്ടിയിട്ടില്ല. ഒന്നുകൂടെ തുറന്ന് നോക്കട്ടെ. ഇല്ല, മുമ്പേ ഇവിടെ ഉണ്ട് ഇൻസെൻറ്റീവ് 150 എന്നൊക്കെ എഴുതി കാണിച്ചായിരുന്നു. ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് സാധനമൊക്കെ പോയാ ഒക്കെ എന്തുവാടേ അത്, എവിടെയാ അത് 6 ഗിഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അവിടെ 1 2 3 4 5
ടോട്ടൽ 6 ഉള്ളൂ. 10 to 11 കൂട്ടത്തില്ല. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, നമുക്കത് കിട്ടിയാൽ മനസ്സിലായോ. നമ്മൾ 10 to 11 ഓടിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ 185 കൂടെ ഇതിൻ്റെ കൂടെ ആടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഇൻസെൻറ്റീവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നാളെ വന്ന് ഓടാം. ഇതിപ്പോൾ ഇനി ഇത് വരുമാനമൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വർക്കിംഗ് അങ്ങ് പ്രോപ്പറായിട്ട് തുടങ്ങിയിട്ടില്ല. 226 രൂപ അടപ്പുണ്ട്. കസ്റ്റമർ ടിപ്പ് ബാലൻസ് 285, അത് വേണമെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാം. പിന്നെ എന്താ പറയുക, ക്യാഷ് ലിമിറ്റ് അതൊക്കെ കൂടി, മുമ്പ് കാണിച്ചില്ലായിരുന്നു. മടുത്ത് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്കട്ടെ. വണ്ടിയുടെ ചാർജും തീർന്നു, ഒന്നും പറയാനില്ല. കലിപ്പ് മോഡോൺ ഓട്ടോ പോട്ടെ, അല്ലെങ്കിൽ ഓട്ടോക്കാരൻ്റെ കൂടെ പോകേണ്ടി വരും. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് സ്നേഹം മാത്രം. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും അംഗം വെട്ടാൻ ഇറങ്ങുന്നതായിരിക്കും. ഡിസംബർ 4 ടാറ്റാ ബൈ ബൈ.